ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ നോമ്പുണ്ടായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. എല്ലാവരും അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കമൻറ്റും കൂടി ചെയ്താൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. ഒരു Q&A പോലെയൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിന് ആൻസറൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ വീഡിയോസും അങ്ങ് പോകാമായിരുന്നു. അപ്പം ഞാൻ വൈകിട്ടത്തേക്ക് എനിക്ക് ചോക്ലേറ്റ് സ്പെഷ്യൽ ഒരു ഓട്സ് സ്മൂത്തി ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ ഓട്സ് ഒരു 50 ഗ്രാം എടുത്ത് ഞാൻ പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അല്പം അതിലേക്ക് പംകിൻ സീഡ്, ഡേറ്റ്സ്, ഒരു റോബസ്റ്റ പഴം, അല്പം കൊക്കോ പൊടി അതും കൂടി ഇട്ട് ഞാനൊന്ന് തണുപ്പിക്കാൻ എൻ്റെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വൈകിട്ട് എന്തായാലും അപ്പവും മുട്ടക്കറി ആക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കഴിച്ച് മടുത്ത്. എപ്പോഴും ചിക്കൻ ആകുമ്പോഴത്തേക്കും ഈ ചൂട് ടൈമും കൂടെ ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ശരീരത്തിന് ഇറിറ്റേഷനാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചിക്കൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പരവേശവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്കിപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതങ്ങ് ഒഴിവാക്കാമെന്ന് കരുതി അങ്ങനെ ചിക്കൻ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉടുപ്പിട്ട് കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞ് നല്ലപോലെ ക്ഷീണിച്ച്. ഞാൻ ഈ ഉടുപ്പിലൊക്കെ ശരിക്കും ഉരുണ്ട് തടിച്ച് നല്ല ഉരുണ്ട് ഉണ്ടപ്പടിയായിട്ടിരുന്ന ആ ഒരു ഉടുപ്പൊക്കെയാണ്. പക്ഷെ അതെല്ലാം അങ്ങ് മാറി. ഇപ്പം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ത്രിപ്ലക്സിൽ നിന്ന് നമുക്ക് എക്സെല്ലോട്ടൊക്കെ വന്നല്ലോ. ത്രിപ്ലക്സിൽ പോലും കയറില്ലായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പം ഇനി ആ സപ്പോർട്ട് വേണം. അപ്പം നിങ്ങൾ എന്തായാലും കമൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പുതുതായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞപ്പി ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്, സപ്പോർട്ട് ഇല്ലെന്നല്ല. അപ്പോൾ ആ സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻസും കൂടി ഇടാൻ മറക്കരുത്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ നത്തൂൺ സ്പെഷ്യൽ ഡയറ്റ് സ്മൂത്തിയുടെ ഓർഡർ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ നല്ല രീതിയിൽ പോകുന്നു. അപ്പം ഞങ്ങൾ കൊറിയർ അയക്കാനായിട്ട് ഇറങ്ങിയതാണ്. നോമ്പായതുകൊണ്ട് വെളിയിലോട്ട് ഇറക്കമൊന്നുമില്ല. എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് എല്ലാം ഒന്ന് ഒരുക്കി. അപ്പവും മുട്ടക്കറിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്നല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഇച്ചിരി സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. കൊറിയർ വായിച്ചു. അപ്പം നമ്മൾ പൈസ വാങ്ങിച്ചു വെച്ച പിറ്റേ ദിവസം നമുക്ക് കൊറിയർ കയറ്റി വീട്ടിലെ ഒരു സമാധാനം കാണില്ല. അങ്ങനെ കുറച്ച് സാധനവും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചെറുക്കാപ്പിക്ക് ഒരു ഐസ്ക്രീമും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പീനട്ട് ബട്ടറും നമ്മുടെ പാലും ഗുഡ് ലൈഫിൻ്റെ പാൽ. അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ പാല് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ നോമ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പാല്, മുട്ട, പഞ്ചസാര, ഇറച്ചി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അങ്ങനെ ദേ ഞാനെത്തി പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് എത്തി നോക്കി നിൽക്കുകയാണ്. അതെല്ലാം നിലത്ത് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ സമൂസ ആണ്. അപ്പോൾ വെജിറ്റബിൾ സമൂസ ആക്കിയേക്കാന്ന് കരുതി. കഴിഞ്ഞ ദിവസമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ലീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീഫ് എന്തായാലും തീർക്കണമല്ലോ. അങ്ങനെ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, അല്പം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ച് ഉപ്പ് ഒഴിച്ചൊന്ന് വാട്ടിയെടുക്കുവാണ്. വാടിയൊന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഈ മുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ചിക്കൻ മസാല ഇടാൻ മറക്കരുത് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല ഡ്രൈ ആക്കി ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഞാനൊരു കിഴങ്ങ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കിഴങ്ങ് കൂടെ നല്ല മാവ് പരുവത്തിൽ അങ്ങ് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് കിഴങ്ങ് ഇല്ലാതെ നമുക്ക് സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊരു ടേസ്റ്റും കിട്ടില്ല. കിഴങ്ങ് അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന. അപ്പോൾ എനിക്ക് വേണ്ട, ഇവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. അങ്ങനെ വേണമെന്ന് പറഞ്ഞ ആൾ തന്നെ എനിക്ക് സഹായിക്കാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സമൂസ റെഡിയാക്കി തരാം, നീ അതെനിക്കൊന്ന് കൂട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ സമൂസ കൂട്ടാൻ എളുപ്പമാണല്ലോ. എന്നാലും സാരമില്ല, സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ നോമ്പുമായിട്ട്. അങ്ങനെ സമൂസ എല്ലാം റെഡിയാക്കി ചുരുട്ടൊക്കെ ആക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ വെച്ചാൽ മതി. അങ്ങനെ സമൂസായി എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഓട്സിൻ്റെ സ്പെഷ്യൽ സ്മൂത്തിക്കുള്ള സാധനം ഫ്രിഡ്ജിലിരുന്ന് നല്ല തണുത്ത് മരവിച്ചിരിപ്പുണ്ട്. അപ്പോൾ തണുപ്പ് വേണ്ടാത്തവർ തണുക്കാതെ എടുത്താൽ മതി കേട്ടോ. കാര്യം ചിലർക്കൊക്കെ തണുപ്പ് ഈ ചൂട് സമയത്ത് തണുപ്പ് പിടിക്കില്ല. എന്നാലും ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തണുത്ത് ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു പരവേശവും ബുദ്ധിമുട്ടും മാറിക്കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ തണുപ്പിലോട്ട് വെച്ചത്. തണുപ്പ് ഒരിടക്കാലമായിട്ട് അങ്ങ് ഒഴിവാക്കിയതായിരുന്നു. കാര്യം കുറച്ചങ്ങോട്ട് അധികമായി കഴിയുമ്പോഴത്തേക്കും പിന്നെ തണുത്ത് വെള്ളം കുടിക്കണമെന്നുള്ള തോന്നൽ വരും. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് പണി കിട്ടും. അങ്ങനത്തെ ഇച്ചിരി ക്രഷ് എടുത്ത് ഞാൻ കരുതി എപ്പോഴും നാരങ്ങ വെള്ളം അടിക്കുന്നുണ്ട്, ജ്യൂസിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് മാറ്റാമെന്ന് കരുതി. അങ്ങനെ ഇച്ചിരി ക്രഷ് എടുത്ത് അതിപ്പം പാലും കൂടെ ചേർത്ത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ ക്രഷാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട, ഓൾറെഡി അതിനകത്ത് മധുരമുണ്ട്.
അപ്പം അങ്ങനെ ഷുഗറൊന്നും ഇടാതെ നമ്മൾ അത് അടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയും എടുത്ത് കറിക്കുള്ള പുഴുങ്ങി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒഴിവാക്കുന്ന പോലെ തന്നെ ഇവിടെ മാക്സിമം ഞാൻ എണ്ണയും അതുപോലെ തന്നെ മധുരവും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഒഴിവായി കിട്ടുന്നത് കൊണ്ട് അത്രയൊക്കെ ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ. അങ്ങനെ ഇതേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മളിതേ സ്മൂത്തി അടിച്ചെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ്സ് നല്ലപോലെ അടിഞ്ഞു കിട്ടാൻ ശ്രദ്ധിക്കണം, എന്നാലേ ഒരു മധുരം കിട്ടത്തുള്ളൂ. അങ്ങനെ മോൻ പോയി പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം ഞാൻ കഞ്ഞി കുടിക്കില്ല, അപ്പം ഇക്കാക്കും ഉമ്മാക്കും മാത്രം മതി. പിന്നെ നമ്മൾ വെറുതെ വെച്ച് കുറേ കളയുന്ന എന്തിനാ. അങ്ങനെ പള്ളിയിൽ നിന്ന് പോയി എന്നല്ല, അതുമല്ല നമ്മൾ വെക്കുന്നതിലും ഇരട്ടി ടേസ്റ്റാണല്ലോ പള്ളിക്കഞ്ഞി. അങ്ങനെ പള്ളിക്കഞ്ഞി. അപ്പം ഇന്നലെ ഡൗട്ട്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായി പള്ളിക്കഞ്ഞിന്. അപ്പം നമ്മൾ ജീരകക്കഞ്ഞി പള്ളിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പം ബൾക്കായിട്ടിട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കുമാണ് എനിക്കായിട്ടുള്ള കടി. ഞാൻ സാൻഡ്വിച്ച് വാങ്ങിപ്പിച്ച് 2 ചിക്കൻ സാൻഡ്വിച്ച്. അപ്പം മോനിക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ വഴിയൊന്നും ഇല്ലാതായപ്പോൾ അങ്ങനെയൊക്കെ 2 സാൻഡ്വിച്ച് കൂടി വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുതിന നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ സ്മൂത്തിയും ഡേറ്റ്സും സമൂസായും സാൻഡ്വിച്ചും എല്ലാം റെഡിയാക്കി അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും വാങ്ങും വിളിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഒരു നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ വെള്ളം ഞാൻ അധികം കുടിച്ചു. അതിനുശേഷം നമ്മുടെ ഓട്സിൻ്റെ സ്പെഷ്യൽ സ്മൂത്തി കുടിച്ചു. ഒരു സാൻഡ്വിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ നോമ്പുറ സ്പെഷ്യൽ. അപ്പോൾ ഇരുന്ന് കഴിക്കൽ ഒരു പതിവില്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും നടന്നിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്കും മോനിക്കൊക്കെ അപ്പമൊക്കെ ചുറ്റും എടുത്തേച്ച് പോകാമെന്ന് കരുതി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഈ പാത്രം കഴുകാൻ രക്ഷയില്ലാത്തത്. നമ്മൾ എന്ത് തൊടിച്ച് കഴിഞ്ഞാലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒരു 10 പാത്രമെങ്കിലും നമ്മൾ നിരത്തി വെച്ചേക്കും. അങ്ങനെ രാവിലത്തേക്കുള്ള ഇഡ്ഡലിയും ദോശയ്ക്കും ഒക്കെ എന്തെങ്കിലും കൂടെ അരച്ച് വെക്കാമെന്ന് കരുതി. ചുമ്മാ എപ്പോഴും ഇടിയപ്പമൊക്കെ ആയാൽ പോരല്ലോ. അങ്ങനെ നമ്മുടെ ഏറ്റവും ഫേവറായിട്ടുള്ള ഇഡ്ഡലിക്ക് അരച്ച് വെക്കാൻ ഞാൻ ഇച്ചിരി അരി ഉഴുന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇക്കാക്ക് ഇഡ്ഡലിയും സാമ്പാറും വേണമെന്ന് കാരണം നമ്മൾ സെറ്റാക്കിയതാണ്. അങ്ങനെ അതുമൊക്കെ അരച്ച് വെച്ച്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞാപ്പി വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. നോമ്പിൻ്റെ നിങ്ങളുടെയും വിശേഷങ്ങൾ അറിയാൻ എനിക്കും കൊതിയാണ്. അപ്പം നിങ്ങൾ എൻ്റെ വിശേഷങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടാൽ മാത്രം പോരല്ലോ, എൻ്റെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ വിശേഷം കൂടെ എനിക്കറിയണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാത്തൂൻസിൻ്റെ സ്പെഷ്യൽ ഡയറ്റ് സ്മൂത്തി. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഉടനെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ റിസൾട്ട് നമ്മൾ പറയുന്നതായിരിക്കും. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്, തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ മുതലാണ് എല്ലാവരും അതിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ റിസൾട്ടിന് വേണ്ടിയാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. കാര്യം ഒരുപാട് പേര് റിസൾട്ട് നോക്കിയിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ നാത്തൂൻസിൻ്റെ സ്പെഷ്യൽ ഡയറ്റ് സ്മൂത്തിയും കൂടെ കുടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് കുടിച്ചില്ലെങ്കിൽ എന്തോ നമുക്കൊരു വിഷമമാണ്. അങ്ങനെ അതുമൊക്കെ കുടിച്ച് മൊത്തം വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഒന്ന് കിടന്നത്. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗ്രീൻ ടീയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം വെളുപ്പിനെ കുടിക്കൽ നടക്കൂല. അങ്ങനെ ഇന്നത്തെ കുഞ്ഞാപ്പി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം മറക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാതിരിക്കരുത്. അപ്പം ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയും വരുന്നത് വരയ്ക്കും ടാറ്റ.